ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നുണ്ടോ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു എമർജൻസി ലൈറ്റാണ് ഈ കാണുന്നത്. അതായത് ഇത് നമ്മളൊരു അലൂമിനിയത്തിൻ്റെ ഒരു സ്ക്വയർ പൈപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു അലൂമിനിയം ചാനലിനകത്ത് ചെയ്തെടുത്ത ബോഡിയൊക്കെ ചെയ്തെടുത്ത ഒരു കിടക്കാച്ചി ഒരു എമർജൻസി ലൈറ്റാണ് നമുക്കിത് കത്തിച്ച് കാണിക്കേണ്ടത്. നല്ല നല്ല അടിപൊളി ഘട്ടമാണ്. ഒരു 9 വാട്ട്സ് ലൈറ്റിൻ്റെ പവറിലുള്ള നല്ല കിടക്കാച്ചി ഒരു എമർജൻസി ലൈറ്റാണിത്. ഈ ഒരു ലൈറ്റ് നമുക്ക് നമുക്ക് വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂർ വായിക്കപ്പേ ഉള്ളൂ. ഒരു എമർജൻസി ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കുന്ന നല്ല കിടക്കാച്ചി ഒരു എമർജൻസി ലൈറ്റാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ കാണുന്ന ഇതേപോണക്കുള്ള ഒരു അലൂമിനിയം ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു വിളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ പൂർണ്ണരൂപം. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രെയിമിലാണ് നമ്മുടെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ട്രിപ്പ് LED ക്കൊക്കെ വരുന്ന ഫ്രെയിമാണ്. സ്ട്രിപ്പ് LED ക്ക് വരുന്ന ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു ചാനലിന് പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ രണ്ട് സംഭവം ഇങ്ങനെ കിളന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കോട്ട് നമുക്ക് ഇങ്ങനെ കയറ്റി ഇതേണ്ട ഈ കാണുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതവിടെ സെറ്റായതുകൊണ്ട് ഇനി ശാലം കമ്പും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ നിന്ന് അനങ്ങത്തില്ല. നല്ല ടൈറ്റായിട്ട് ഇതവിടെ ഇരുന്നോളും. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബോഡിയിലാണ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു എമർജൻസി ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മൾ വേണ്ടി ഇത്ര സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ എമർജൻസി ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഇതൊരു DC സ്വിച്ചാണ്. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊരു C ടൈപ്പിൻ്റെ ചാർജ് കൺട്രോൾ എന്ന് പറയും, BMS എന്ന് പറയും, ചാർജിങ് മൊഡ്യൂൾ എന്ന് പറയും. പല പേരിൽ ഈ സാധനം അറിയപ്പെടും. ഇതിൻ്റെ അത് ഏകദേശം നമുക്ക് ഒരു ലിഥിയം ബാറ്ററി മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ചാർജ് മൊഡ്യൂൾ ഉപയോഗിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ പഴയ ബാറ്ററിയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അത് MH കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇപ്പോൾ ഈ കാണുന്നതോട്ടുള്ള 3.7 ഈ ടൈപ്പ് ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മളിതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന കൂട്ടുള്ള 4 വോൾട്ടിൻ്റെ LED ആണ്. ഒരു ചെറിയൊരു LED പാനലാണ്. ഇതിന് ഏകദേശം നമുക്കൊരു 30 രൂപ റേറ്റ് ആകുന്നതാണ്. ഇത്ര ഐറ്റങ്ങൾ നമുക്കിനി കണക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഇത്ര സാധനം നമ്മളങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിനി പറയുന്നില്ല. കാരണം നമ്മുടെ ഒരുപാട് വീഡിയോസിൻ്റെ അകത്ത് ഞാൻ ഈ ചാർജ് മൊഡ്യൂളിനെ കുറിച്ച് ഞാൻ ഈ ചാർജ് കൺട്രോളിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഉണ്ടോ, ഇത് നമ്മുടെ ബാറ്ററിയാണ്. ബാറ്ററിയുടെ സപ്ലൈ നേരെ സെൻറ്റർ ഉണ്ട്. ബാറ്ററി തിരിച്ചേക്കുന്ന B+, B-. അതുപോലെ തന്നെ ഈ കാണുന്ന രണ്ട് സൈഡിലും കാണുന്നതാണ് ഇതിൻ്റെ സപ്ലൈ ഔട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട് നമ്മൾ നേരെ എടുത്ത് ലൈറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. കണ്ടോ, നല്ല അടിപൊളി വെട്ടമാണ്. കണ്ടോ, ഈ ഒരു ഐറ്റമാണ് ഇപ്പം നമ്മുടെ LED. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്ര ഐറ്റം മാത്രം ഉണ്ടോ. ഇത്ര ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കിടുക്കാച്ചി എമർജൻസി ലൈറ്റ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന് ഏകദേശം ഈ ഒരു ബാറ്ററി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 120 രൂപ വരും. ഈ ഒരു ചാർജ് കൺട്രോളിന് നമുക്ക് പലയിടത്തും പല റേറ്റാണ്. നമുക്കിതൊരു 40 രൂപ 50 രൂപ തൊട്ട് 40 രൂപ 50 രൂപ തൊട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു സ്വിച്ചിന് നമുക്ക് ഏകദേശം ഒരു 10 രൂപ വരും. 10 രൂപയോ അല്ലെങ്കിൽ 5 രൂപ വരും. ഈ ഒരു ലൈറ്റിന് പലയിടത്തും പല റേറ്റാണ്. നമുക്കിത് ഇപ്പോൾ നമ്മളിത് മേടിച്ചിരിക്കുന്നത് 30 രൂപയ്ക്കാണ്. നമ്മൾ ഏകദേശം ഒരു 280 രൂപ. ഞാനിപ്പം ഒറ്റയടിക്ക് മേടിച്ച സാധനങ്ങളല്ല, ഞാനിത് പലപ്പോഴായിട്ട് മേടിച്ചതാണ്. നമുക്കിങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു എമർജൻസി ലൈറ്റ് നമുക്ക് തന്നെ നിർമ്മിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 250 രൂപ മാത്രമേ നമുക്ക് റേറ്റ് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബോഡി ഉണ്ടാക്കി ആ ഒരു ബോഡിക്കകത്തോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി എമർജൻസി ലൈറ്റ് നമുക്ക് തന്നെ ഇതേപോണക്കുള്ള നല്ല അടിപൊളി എമർജൻസി ലൈറ്റ് നമുക്ക് തന്നെ നിർമ്മിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതെല്ലാം കൂടെ ഞാൻ ഇനി നമ്മളെ ആദ്യം കാണിച്ച് നമ്മുടെ ബോഡിയിലോട്ട് ഞാൻ കയറ്റിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് കണ്ടോ, ഈ കാണുന്ന രീതിയിൽ ഇതെല്ലാം നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ വയറിങ് കാര്യങ്ങളെല്ലാം സെറ്റ്. ഇതേപോണക്കുള്ള ബോഡി തന്നെ വേണമെന്നില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ ആ ഒരു സംഭവത്തിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതെടുത്ത് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. ഈ ഒരു സ്വിച്ചും ഈ ഒരു ചാർജ് മൊഡ്യൂളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോം ഷീറ്റിൻ്റെ അകത്താണ്. ഇത്ര ഉള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല അടിപൊളി എമർജൻസി ലൈറ്റ് ആർക്കും നിർമ്മിക്കാവുന്നതാണ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ?
ഈ കാണുന്ന ബോട്ട് തന്നെ നമ്മൾ ഏകദേശം നമ്മളൊരു 5 എമർജൻസി ലൈറ്റ് നമ്മൾ ഉണ്ടാക്കാനാണ്. ഇതിപ്പോൾ 4 എണ്ണമാണ്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ്. ഈ കാണുന്നതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത്. നമ്മളിവിടെ ചെറിയ LED സംഭവങ്ങളൊക്കെ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ കണക്ഷൻ വിട്ട് കിടക്കുവാണ്. ഞാൻ ഇതിന് വേണ്ടി ഞാൻ ഒന്ന് അഴിച്ചതാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഐറ്റം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ, ഈ ഒരു ലൈറ്റിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റിയേക്കുന്ന വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് അഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയത്. നമ്മളിനി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഈ ഒരു മോഡലിലാണ് നമ്മളിനി സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ പവർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാം. കണ്ടോ, നല്ല അടിപൊളി വെട്ടമാണ്. ഒരു 20 വാട്ട്സ് ഒരു 9 വാട്ട്സ് ബൾബിൻ്റെ ഒക്കെ പക്ക വെട്ടമാണ്. ഇത് നമുക്കൊരു 1 മണിക്കൂർ മാത്രമേ ഈ ഒരു വെട്ടത്തിന് ആയുസുള്ളൂ. അതായത് 1 മണിക്കൂർ മാത്രമേ നമുക്ക് ഈ ബ്രൈറ്റിൽ നമുക്കിത് കത്തത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മളിത് ചാർജ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാം. കണ്ടോ, നല്ല പകൽ പോണക്ക്. കണ്ടോ, നല്ല അടിപൊളി വെട്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.